ഹലോ സുഹൃത്തുക്കളെ, ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് വിൻഡോസ് 7 അല്ലെങ്കിൽ വിൻഡോസ് 10 USB ബൂട്ടബിൾ ഡിസ്ക് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വിൻഡോസ് 7 അല്ലെങ്കിൽ വിൻഡോസ് 10 ഫയൽ, ബൂട്ടബിൾ ISO ഫയൽ. അതല്ലെങ്കിൽ വിൻഡോസ് 7 അല്ലെങ്കിൽ വിൻഡോസ് 10 നിങ്ങൾ ഏതാണ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഡിസ്കിൻ്റെ CD ബൂട്ടബിൾ ഡിസ്ക് വേണം. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് സോഫ്റ്റ്വെയറും നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിൻഡോസ് 7ൻ്റെ രണ്ട് വേർഷൻ 64 ബിറ്റും 32 ബിറ്റും വേർഷൻ കാണാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾ CD അല്ലെങ്കിൽ വേറെ ഒരുപാട് വെബ്സൈറ്റുകൾ അവൈലബിൾ ആണ്, ഇതിന്ന് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ 64 ബിറ്റാണ് ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത്. 64 ബിറ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ 3.9 GB ഞാനിവിടെ ഇൻ്റർനെറ്റ് ഡൗൺലോഡ് മാനേജർ ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത് പോപ്പ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് കൊടുത്തു. അപ്പോൾ ഇതാ ഡൗൺലോഡ് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ അത് സെയിം ടൈമിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ബൂട്ടബിൾ ഡിസ്ക് കൂടി ക്രിയേറ്റ് ചെയ്യാം. ഇത് പോപ്പ് വന്നുകൊണ്ടിരിക്കുന്നത്, ഞാൻ ക്യാൻസൽ ചെയ്ത് ഓക്കെ. എനിക്കിപ്പോൾ 3.9 GB ആണ് ഈ ഫയലിൻ്റെ സൈസ്. 7 MB per 8 MB 6 to 7 MB ഡാറ്റ MB per സെക്കൻഡ് ഡാറ്റ റേറ്റ് ഉണ്ട്. 7 മിനിറ്റിൽ ഡൗൺലോഡ് ആവും. അപ്പോൾ ഈ സെയിം ടൈമിൽ നമുക്ക് ഇത് ക്രിയേറ്റ് ചെയ്യേണ്ട വിൻഡോസിൻ്റെ USB ബൂട്ടബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ കൂടി ഡൗൺലോഡ് ചെയ്യാം. ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് റൂഫൂസ് എന്നുള്ള സോഫ്റ്റ്വെയറാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ പല വേർഷനും ഇവിടെ അവൈലബിൾ ആണ്. ഇതെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം, ഈ രണ്ട് ലിങ്കും, വിൻഡോസ് 7ൻ്റെ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്കും അതുപോലെ തന്നെ വിൻഡോസ് 7 ബൂട്ടബിൾ ഡിസ്കിൻ്റെ ലിങ്കും അതുപോലെ തന്നെ റൂഫസിൻ്റെ സോഫ്റ്റ്വെയർ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് അവിടെ റെഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ റൂഫസിൻ്റെ പോർട്ടബിൾ വേർഷൻ 3.10 ആണ് ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പോൾ 1.8 MB ആണ് ഫയൽ സൈസ്. ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഓപ്പൺ ചെയ്തു. ഈ ഡു യു വോണ്ട് ടു അലോ ടു ചെക്ക് ദ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ്സ് ഓൺലൈൻ, അപ്ഡേറ്റ് ചെക്ക് ചെയ്യണമെന്നാണ് പറയുന്നത്. മുന്നോ കൊടുത്ത് ഓക്കെ. ഇപ്പോൾ സോഫ്റ്റ്വെയർ ഓപ്പൺ ആയിട്ടുണ്ട്. സോഫ്റ്റ്വെയറിൽ കാണിക്കുന്നത് ആദ്യത്തെ ഡിവൈസ്, ഏത് ഡിവൈസിലെയാണ് നമുക്ക് വിൻഡോസ് 7 ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നാണ്. സുഹൃത്തുക്കളെ, ഞാനിവിടെ ഉപയോഗിക്കുന്നത് 16 GB USB ഡിസ്ക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനത് ആദ്യം ഫോർമാറ്റ് ചെയ്യുന്നുണ്ട്. ഫോർമാറ്റ് ചെയ്യണമെന്നില്ല, അതെന്തായാലും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ആ സോഫ്റ്റ്വെയർ തന്നെ ഓട്ടോ ഫോർമാറ്റ് ചെയ്യും. എന്നായിരുന്നാലും ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ക്വിക്ക് ഫോർമാറ്റ് കൊടുത്തു. സ്റ്റാർട്ട്. ഓക്കെ, അപ്പോൾ ഇത് ഫോർമാറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി സോഫ്റ്റ്വെയറിലോട്ട് തിരിച്ചു പോകാം. ഇതാണ് സോഫ്റ്റ്വെയർ, റൂഫസ് 3.10 ആണ് വേർഷൻ, പോർട്ടബിൾ വേർഷനാണ് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത്. ഇത് ഏത് ഡിവൈസിലാക്കാണോ നമുക്ക് USB ബൂട്ടബിൾ ഡിസ്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ ലൊക്കേഷനും ആ ഫയൽ സൈസുമാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനത് സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അടുത്തത് വേണ്ടത് ഈ ISO ഫയൽ സെലക്ട് ചെയ്യാണ് വേണ്ടത്. നമുക്ക് ഈ ISO ഫയൽ പോയിൻ്റ് ചെയ്ത് കൊടുക്കണം. നമുക്ക് എവിടെ നിന്നാണോ ഡൗൺലോഡ് ചെയ്യേണ്ടത്, എവിടെ നിന്നാണോ ഏത് ഡിസ്ക്കാണോ ക്രിയേറ്റ് ചെയ്യേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇവിടെ ഒരുപാട് സെറ്റിങ്സ് കിടക്കുന്നുണ്ട്, അതിലൊന്നും ചേഞ്ച് വരുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഫയൽ ഡൗൺലോഡായി വരുന്നേ ഉള്ളൂ. 4 മിനിറ്റും കൂടി റിമൈനിങ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ സോഫ്റ്റ്വെയർ ഏകദേശം ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമ്മുടെ വിൻഡോസ് 7 ബൂട്ടബിൾ ഡിസ്ക് ഓൾമോസ്റ്റ് ഡൗൺലോഡ് ആയിട്ടുണ്ട്. 2 സെക്കൻഡ് കൂടെ ഉള്ളൂ ഫയൽ ഡൗൺലോഡ് ആവാൻ. ഇപ്പോൾ ഫയൽ കമ്പൈൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. കമ്പൈലായിട്ട് ഡൗൺലോഡ് ആയിരുന്നു. ഡൗൺലോഡ് കംപ്ലീറ്റഡ്. ഓക്കെ, നമുക്കിനി എങ്ങനെയാണ് സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. നമ്മൾ USB സെലക്ട് ചെയ്ത് അടുത്തതായിട്ട് നമ്മുടെ ISO ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ സെലക്ട് ക്ലിക്ക് ചെയ്ത് ഞാൻ നേരെ ആ ഡൗൺലോഡ്സിൽ പോയിട്ട് എവിടെയാണോ ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത് ആ ലൊക്കേഷൻ പോയിൻ്റ് ചെയ്തിട്ട് ആ ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നെക്സ്റ്റ്. ബാക്കിയെല്ലാം ഡീഫോൾട്ടായിട്ട് വരും. ലേബലിംഗ് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വിൻഡോസ് 7
ബൂട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. അടുത്തായി സ്റ്റാർട്ട് കൊടുക്കാം. സ്റ്റാർട്ട് കൊടുക്കുന്ന സമയത്ത് ഡു യു വാണ്ട് ടു 16 GB യു വാണ്ട് ടു ഫോർമാറ്റ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ജസ്റ്റ് ഓക്കെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഫയൽ കോപ്പി ചെയ്ത് തുടങ്ങി. ഫസ്റ്റ് ഡിസ്ക് ഫോർമാറ്റ് ചെയ്തു, അതിനുശേഷം ഫയൽ കോപ്പി ചെയ്യാൻ തുടങ്ങി. കോപ്പി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 4.9% ആയി. ഞാൻ ഉപയോഗിക്കുന്നത് USB 3.0 ആണ്. അതുകൊണ്ട് തന്നെ ഇത് കോപ്പിങ് വളരെ ഫാസ്റ്റ് ആയിരിക്കും. ഏകദേശം ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ബൂട്ടബിൾ ഡിസ്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 12% ആയിട്ടുണ്ട്. അത് വെരി ഫാസ്റ്റ് കോപ്പിംഗ് ആണ് നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ USB 3.0 ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോപ്പിംഗ് വളരെ ഫാസ്റ്റ് ആയിരിക്കും. 100 Mbps അല്ലെങ്കിൽ അതിന് മേലേക്ക് ഒരു സെക്കൻഡിൽ കോപ്പി ചെയ്യും. അതുകൊണ്ടാണ് ഇത്രയും ഫാസ്റ്റായി നടക്കുന്നത്. %85 ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഡൺ. 98.3% ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് പറയുന്ന റെഡി എന്ന് പറഞ്ഞപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. റെഡി എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് നമ്മുടെ സിസ്റ്റം ഫയലിൽ പോയി കഴിഞ്ഞാൽ വിൻഡോസ് 7 നമുക്ക് കാണാൻ പറ്റും. വിൻഡോസ് 7 നമ്മൾ കൊടുത്ത പേര് വന്നിട്ടുണ്ട്. വിൻഡോസ് 7 ബൂട്ടബിൾ എന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് റിമൂവ് ചെയ്തിട്ട് വീണ്ടും കണക്ട് ചെയ്ത് നോക്കാം. ഒരു ബൂട്ടബിൾ ഡിസ്കിൻ്റെ സിമ്പലോട് വന്നിട്ടുണ്ട്. ഒരു ഡിസ്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വിൻഡോസ് 7 ബൂട്ടബിൾ ഡിസ്ക് ക്രിയേറ്റ് ചെയ്യുന്ന റൂഫസ്